ഞാൻ സിസ്റ്റർ അനില മാത്യു ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷനിലെ അംഗമാണ്. സെറാഫിക് പ്രോവിൻസിൽ ഉൾപ്പെടുന്നു. നല്ലവരായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുവാനും ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളരുവാനും എനിക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ അപ്പൻ മാത്യു, അമ്മ മറിയം, ഞങ്ങൾ 8 മക്കൾ. അപ്പനും അമ്മയും ഞങ്ങളെ എപ്പോഴും മാതാവിനോടുള്ള ഭക്തിയിൽ വളർത്തുവാൻ വളരെ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ ജീവിതത്തിലൂടെ ഒത്തിരി മാതൃകകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അമ്മ ഏതൊരു കാര്യത്തിനും മാതാവിനെ ആശ്രയിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എന്നും അനുഭവമായിരുന്നു. അതുപോലെ തന്നെ അപ്പനും ഏത് കാര്യത്തിനും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് എല്ലാം സാധിച്ചു കിട്ടുമെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരാറുണ്ട്. അങ്ങനെ മാതൃഭക്തിയിൽ വളരുവാൻ ഞങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ വീട് തുറവൂർ വാതക്കാടാണ്. അപ്പോൾ ഞങ്ങളുടെ ഏരിയയ്ക്ക് തന്നെ പേരിട്ടിരിക്കുന്നത് മരിയ നഗർ എന്നാണ്. മാതാവിൻ്റെ മധ്യസ്ഥവും ഈശോയുടെ പരിപാലനയും എൻ്റെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാൻ സന്തോഷമുണ്ട്. ഒരു അനുഭവം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ വാൽപ്പാറ മഠത്തിൽ അംഗമായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് 2019 ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാതക്കാട്ടേക്ക്, അങ്കമാലി അടുത്തുള്ള വാതക്കാട്ടേക്ക് പ്രായമായ മാതാപിതാക്കളെ സന്ദർശിക്കുന്നതിനും വേണ്ടി പോവുകയുണ്ടായി. സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ അനുജത്തി എൽസിമോൾ, അവർക്കും വാൽപ്പാറ കാണണം, വാൽപ്പാറയുടെ ഭംഗി ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ കുടുംബത്തോടെ എൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ വാൽപ്പാറയ്ക്ക് യാത്രയായി. യാത്രാമധ്യേ ആദ്യമായി ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ കാട്ടിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ, നമുക്കൊരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങനെ വണ്ടിയിലുണ്ടായിരുന്ന ഡേവിസ്, അഞ്ചു, അലക്സ്, ഞാൻ, അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒരു ടീ ഷോപ്പിൽ കയറി ടീ കുടിച്ചു. അതിനുശേഷം യാത്ര വീണ്ടും പുറപ്പെട്ടു. അതിനിടയിൽ ഞങ്ങൾ ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുകയുണ്ടായി. അങ്ങനെ യാത്ര മധ്യേ മലക്കപ്പാറ, അതായത് തമിഴ്നാടിൻ്റെ ഈ കേരളത്തിൻ്റെയും ബോർഡറാണ് മലക്കപ്പാറ. അവിടെ എത്താറായപ്പോൾ ഒരു കേർവുള്ള റോഡിലേക്ക് എത്തി. ആ കേർവ് തിരിയുന്ന സമയത്ത് ഒരാന ഭയങ്കര സ്പീഡിൽ ഓടി വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ആകെ ഭയന്നു, ഞെട്ടി. ഡ്രൈവ് ചെയ്തിരുന്ന അനുജത്തിൻ്റെ മകൻ അലക്സിനോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സൈലൻ്റായിട്ട് ഞങ്ങൾ വണ്ടിയിലിരുന്നു. ആന അടുത്തേക്ക് എത്തി. ഒരു 10 അടി അകലെ ആന നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും തന്നെ ഏകദേശം മരിക്കാൻ തന്നെ പ്ലാൻ ചെയ്തു. മരിക്കുമെന്ന് തന്നെ സ്വയം തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കാലിൽ ചെരുപ്പിട്ട്, ബോഡി രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടിട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ അലക്സ് 3 പ്രാവശ്യം തീർന്നു എന്ന് 3 പ്രാവശ്യമായിട്ട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും മരിക്കാൻ തന്നെ തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ സംഭവിച്ചത്, എനിക്ക് പിന്നെ ആനയെ കണ്ടില്ല. ഞാൻ ആനയെ കാണുന്നില്ല. ഞാൻ കാണുന്നത് വണ്ടിയുടെ മുമ്പിലെ ഗ്ലാസ് ഫുള്ളായിട്ടും മാതാവിൻ്റെ അങ്കിയും, വെള്ള അങ്കി, ആ മാതാവിൻ്റെ അങ്കി വണ്ടിയുടെ ഗ്ലാസ് ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് മാതാവ്. അതാണ് എനിക്കുണ്ടായ അനുഭവം. പിന്നെ ഞാൻ 2 നിമിഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആനയെ അവിടെ കണ്ടില്ല. ആന എതിർവശത്ത് നിൽക്കുന്നു. അപ്പോൾ പിന്നീട് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അടുത്തെത്താറായപ്പോൾ ആന തല തിരിച്ച് അങ്ങോട്ടാണ് പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അനുജത്തി എൽസി പറയായിരുന്നു, ചേച്ചി വണ്ടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ സംഭവം കോൺവെൻറ്റിൽ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, വാൽപ്പാറയത്തി കോൺവെൻറ്റിൽ ചെന്നപ്പോൾ അവരോടും പറഞ്ഞു, അങ്ങനെ മാതാവ് വലുതായി എന്ന് മാത്രം ഞാൻ പറഞ്ഞു. പിന്നീട് അതിനെപ്പറ്റി അധികം സംസാരിച്ചില്ല. അതേസമയം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഫീലിംഗ്, ഞാനത് ഇത്രയും കൃത്യമായി കണ്ടൊരു കാര്യം മറ്റുള്ളവരോട് പറയേണ്ടതല്ലേ, മാതാവിന് സാക്ഷ്യം വഹിക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവരോട് ഇത് പങ്കുവയ്ക്കാറുണ്ട്.
ഈശോയുടെ അമ്മ എൻ്റെയും അമ്മ, മനുഷ്യവർഗം മുഴുവൻ്റെയും അമ്മ, മനുഷ്യ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന അമ്മ, അവർക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കുന്ന അമ്മ. ഇതാണ് എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ വീക്ഷിച്ച് നോക്കുമ്പോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ വളരെ വലുതായിരുന്നു. ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഇതെൻ്റെ മനസ്സിനെ വളരെ അലട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണം, സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. എൻ്റെ മോട്ടോ തന്നെ ഇതാണ്, സ്ട്രൈവ് ഫോർ എ ജസ്റ്റ് സൊസൈറ്റി എന്നായിരുന്നു എൻ്റെ മോട്ടോ. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് ഞാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ് കോൺഗ്രിഗേഷനിൽ ചേർന്നു. തൃശ്ശൂർ പ്രൊവിൻസിലാണ് ചേർന്നത്. അപ്പോൾ എൻ്റെ അധികാരികൾ എന്നോട് ചോദിച്ചു, സിസ്റ്ററിന് ഭാവിയിൽ എന്ത് അപ്പസ്തോല പ്രവർത്തനം ചെയ്യാനാണ് ആഗ്രഹം? അപ്പോൾ ഞാൻ പറഞ്ഞു, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് എന്നെ മദ്രാസ് നവനിർമ്മാണ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കുവാനായിട്ട്, സോഷ്യൽ വർക്ക് പഠിക്കുവാനായിട്ട് അയച്ചു. ഞാൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേര് നവനിർമ്മാണ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ ആ സ്ഥാപനം FMM സിസ്റ്റേഴ്സാണ് ആരംഭിച്ചത്. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആഹ്വാനപ്രകാരം ആരംഭിച്ചൊരു സ്ഥാപനമാണ്. അതായത് സിസ്റ്റേഴ്സ് ആ കാലഘട്ടങ്ങളിൽ 4 മതിലുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടി പ്രവർത്തിച്ചിരുന്നവരാണ്, ഒരിക്കലും പുറത്തു വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നതും നമ്മൾ ഇറങ്ങേണ്ടതിൻ്റെ ആവശ്യകതയും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു പരിശീലനമാണ് നവനിർമ്മാണ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നത്. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. എനിക്ക് യാതൊരു സോഷ്യൽ വർക്ക് എങ്ങനെ എന്താ ചെയ്യാമെന്ന് വലിയ ആശയങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന്. അങ്ങനെ നിസ്സഹായാവസ്ഥയിലിരിക്കുമ്പോഴാണ് എന്നെ ഇവിടെ കോയമ്പത്തൂരിലുള്ള കാരമടയിലേക്ക് ക്ഷണിച്ച് അന്ന് ഇവിടുത്തെ ഈ ജനങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ പഠിച്ചറിഞ്ഞ ജോസഫ് ചിറ്റിലപ്പിള്ളച്ചൻ, അദ്ദേഹമാണ് ഇവിടെ തുടങ്ങുവാനായിട്ടുള്ള ആരംഭിട്ട വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പ്രൊഫഷണലായി വന്ന് കണ്ട് എന്നെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അങ്ങനെയാണ് 1979 മുതൽ ഞാൻ കാരമടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അന്ന് ഞാൻ കാരമടയിൽ വരുമ്പോൾ ഇവിടെ ധാരാളം ഗ്രാമങ്ങളുണ്ട്. ഒരു കാരമട ബ്ലോക്കിൽ തന്നെ 300-ന് മേൽ ഗ്രാമങ്ങളാണുള്ളത്. അതിൽ ഒരു 60% ഹരിജൻസാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്. അവരുടെ ജീവിത നിലവാരം വളരെ മോശമായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് വീടില്ല, പലരും ഹട്ട്സിലാണ് താമസിച്ചിരുന്നത് ഗ്രാമങ്ങളിലെ ജനങ്ങൾ. പിന്നെ ടോയ്ലറ്റ് ഒരു വീട്ടിൽ പോലും ഇല്ല. പിന്നെ എഴുതാനും വായിക്കാനും അറിയുന്നവരാരും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം. അതുപോലെ അസുഖങ്ങൾ വന്നാൽ അന്ധവിശ്വാസങ്ങൾ മൂലം ഡോക്ടർക്ക് കാണിക്കാറില്ല, അതിന് പകരം അന്ധവിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനം. അപ്പം അതുപോലെ വൃത്തിയും മെനയൊന്നും ഇല്ലായിരുന്നു, കാരണം അവർക്ക് വെള്ളത്തിന് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഭക്ഷണം ആലോചിച്ചാൽ ഒരു നേരം ഭക്ഷണമാണ് ഉള്ള വകയുള്ളൂ. അന്ന് അവർക്ക് ജോലിയില്ല, അപ്പോൾ ഭയങ്കര പട്ടിണിയായിരുന്നു. ആ കാലത്ത് നമ്മളിവിടെ ഒരു MCH പ്രോഗ്രാം ആരംഭിച്ച് മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് ഈ കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ അവർ ചെയ്യാറില്ല. ഇമ്മ്യൂണൈസേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ കുട്ടികൾ കൊണ്ട് ഓടും. അപ്പോൾ അതിനൊക്കെ അവയർനെസ് കൊടുത്ത് അങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ഇമ്മ്യൂണൈസേഷനൊക്കെ കൊടുത്ത് പാൽ പൗഡർ, എണ്ണ, മാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളുടെ ഹെൽത്ത് നന്നാക്കാൻ ശ്രമിച്ചിരുന്നു. അമ്മമാർക്ക് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. നേഴ്സസും എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ പിന്നെ ലോക്കലുള്ള സ്റ്റാഫ് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഗ്രാമങ്ങളിലും മുഴുവൻ അവയർനെസ് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മിഷനറിയിൽ നിന്നും നമുക്ക് ഇവിടെ ഹെൽത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള സഹായം കിട്ടി. അതനുസരിച്ച് 1000 കണക്കിന് അവയർനെസ് ക്ലാസ്സുകളാണ്, അതുപോലെ ഹെൽത്ത് ക്ലാസ്സുകൾ കൊടുത്ത് ജനങ്ങളെ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സ്ത്രീകളൊന്നും പുറത്തേക്ക് വരാറില്ല, വീടിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുക, അവർക്ക് പുറലോകം അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആരംഭിച്ചു. അങ്ങനെ ഏകദേശം ഒരു 1000-1500ഓളം ഗ്രൂപ്പുകൾ നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അതിൽ സ്ത്രീകൾക്ക് വേണ്ടി തനിയെ, ജനസിന് വേണ്ടി തനിയെ ഗ്രൂപ്പുകൾ നടത്തി. അവർ ഈ ഗ്രൂപ്പിലും നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ്, കപ്പാസിറ്റി ട്രെയിനിങ്, സ്കിൽ ട്രെയിനിങ്. അങ്ങനെ അവർ പ്രബുദ്ധരായി അവരൊക്കെ മുന്നിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ ആവശ്യങ്ങളെപ്പറ്റി അവർ ബോധവാന്മാരായി. അതിനു മുമ്പ് അവർ ഇതൊക്കെ ഞങ്ങൾ വിധി എന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരുന്നവരാണ്. പലരും അടിമകളായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അതായത് തോട്ടം, കൃഷിയൊക്കെ ഉള്ളവരുടെ കീഴിൽ മക്കളെ വിടുക, അവിടെ പശുവിനെ നോക്കാനും ചാണകം വാരാനൊക്കെ അവർ ജോലി ചെയ്യുക. അവർക്ക് ഭക്ഷണവും കൊടുക്കില്ല, വയ്ക്കതും. അവർക്ക് അനേമിയ വരും. പിന്നെ നമ്മൾ നമ്മുടെ ഡിസ്പെൻസറിലേക്ക് അവരെ കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഹെൽത്ത് ക്ലാസ്സുകളും ക്യാമ്പുകളും സെമിനാറുകളൊക്കെ നടത്തി അവർക്ക് വളരെ വ്യത്യാസങ്ങൾ വന്നു.
അപ്പോൾ അതുപോലെ ഈ ഗ്രൂപ്പുകൾ ആരംഭിച്ചു. ഈ ഗ്രൂപ്പുകളിലൂടെ അവരെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാക്കിയെന്നതാണ് ഞങ്ങളുടെ സ്ഥാപനം മൂലം. ഗുഡ്ഷെപ്പേർഡ് NGO 1982 NGO ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് പ്രോജക്റ്റുകൾ കിട്ടാൻ തുടങ്ങി. ഈ പ്രോജക്റ്റുകൾ വഴി ഗ്രാമങ്ങളിൽ നമ്മളൊരു 800ഓളം വീടുകൾ നിർമ്മിച്ചു. അതായത് ഗുഡ്ഷെപ്പേർഡിൻ്റെ ബ്രാഞ്ച് വാൽപ്പാറയിലും ആരംഭിച്ചു, വാൽപ്പാറയിലും എട്ടിമടയിലും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി 1500ഓളം ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു തുടങ്ങി. അവർക്ക് ഞങ്ങൾ വിവിധങ്ങളായ ട്രെയിനിങ്സൊക്കെ കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കി. അതുപോലെ കുട്ടികൾക്ക് പ്രീ ട്യൂഷൻ നമ്മൾ നടത്തി. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ട്യൂഷൻ സെൻറ്റേഴ്സ് നമ്മൾ ആരംഭിച്ചു. അതിൽ കുട്ടികളൊക്കെ പഠിച്ച് നല്ല ക്ലാസ്സുകളിൽ ഈ പാവപ്പെട്ട വില്ലേജുകളിൽ ചെല്ലുന്നവരാണ് ഏറ്റവും നല്ല മാർക്കെടുത്തവരൊക്കെ. ആ രീതിയിലേക്ക് അവർ വളർന്നു. അതുപോലെ സ്ത്രീകൾ എംപവറായി. അവർക്ക് നമ്മൾ സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും എഡ്യൂക്കേഷണലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഉള്ള എല്ലാവിധ പരിശീലനങ്ങളും കൊടുത്തു. സ്ത്രീകൾക്ക് PRI പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും കൊടുത്തു. അങ്ങനെ അവരെ ഇലക്ഷൻ നിർത്താൻ പ്രാപ്തരാക്കി. എഴുതാനും വായിക്കാനും അറിയാത്ത സ്ത്രീകളും കൂടി പ്രസിഡൻ്റായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവൽ കൗൺസിലർ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വാർഡ് മെമ്പേഴ്സ്, കൗൺസിലേഴ്സ്, അങ്ങനെ വിവിധ തസ്തികകളിലേക്ക് സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒത്തിരി സ്ത്രീകൾ ഗ്രാമങ്ങളിൽ പല ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് വീട്, ടോയ്ലറ്റ് ഒത്തിരി സ്ത്രീകൾ ഗ്രാമങ്ങളിൽ പല ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ, കുട്ടികൾ ഒരു 60% കുട്ടികളും സ്കൂളിൽ പോയിരുന്നില്ല എന്ന് പറഞ്ഞു. അവർ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഈ അമ്മമാർ തൊഴിലുകൾ ചെയ്ത് അവരുടെ കയ്യിൽ പൈസയായി. അതുപോലെ തന്നെ ബാങ്ക് ലിങ്കേജ്, ഞങ്ങൾ ധാരാളം ബാങ്ക് ലിങ്കേജ് ഇവർക്ക് ചെയ്തു കൊടുത്തു. ഇപ്പോൾ എടുത്താൽ കാരമടയിൽ തന്നെ ഒരു 100-140 കോടി രൂപ ഇതിനകം ഞങ്ങൾ ബാങ്ക് ലിങ്കേജായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാൽപ്പാറയിലെ ആരംഭം പറഞ്ഞാൽ ഇവിടുത്തെ കളക്ടർ ഞങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു, ഇവിടുത്തെ കാരമടയിലെ പ്രവർത്തനം കണ്ടിട്ട് ഇതേപോലെ അവിടെയുള്ള ജനങ്ങൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന പോലെ അവർ സംസാരിച്ചത്. അങ്ങനെ ഞങ്ങൾ അധികാരിയോട് ആലോചിച്ച് അവിടെയും തുടങ്ങി. ഇപ്പോൾ 15 വർഷം പിന്നിട്ട് കഴിഞ്ഞു വാൽപ്പാറയിൽ. അവിടെ ടീ എസ്റ്റേറ്റിൽ ഇലകൾ നുള്ളുന്ന ജോലിയാണ് സ്ത്രീകൾക്ക്. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ തീരുന്നില്ല. അപ്പോൾ അവർ മണി ലെൻഡേഴ്സിൻ്റെ നിന്ന് ഹൈ ഇൻട്രസ്റ്റിന് പൈസ വാങ്ങും. പിന്നീട് അത് കെട്ടി തീർക്കാൻ പറ്റാണ്ട് പല സംഭവങ്ങൾ, ഈവൻ സൂസൈഡ് വരെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ബാങ്ക് ലിങ്കേജ്, ഇത്രയും ലോണുകൾ നമ്മൾ സംഘടിപ്പിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനത്തെ നഷ്ടങ്ങൾ കുറയാൻ തുടങ്ങി. അവരുടെയും കുട്ടികൾക്കും നമ്മൾ ട്യൂഷൻ സെൻറ്റേഴ്സ്, കാരണം കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ അമ്മമാർ കാലത്ത് 7:30 പോയാൽ വൈകുന്നേരം 6:30-7:00 വരിക. അപ്പോൾ അതുവരെ കുട്ടികൾ മോറലായിട്ടും അവർക്ക് പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ട് സൂയിസൈഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളെ ആക്രമണം, ആന, പുലി, കടുവ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ മഴ, വർഷത്തിലെ ഒരു 8 മാസമെങ്കിലും മഴയുണ്ടാവും. അങ്ങനെ ദുരിതം പിടിച്ചൊരു ജീവിതം. അതേസമയം നല്ല ഒരു സ്ഥലമാണ് വാൽപ്പാറ. ക്ലൈമറ്റ്, മഴയുടെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ശുദ്ധമായ അന്തരീക്ഷം. 7ാം സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത്. അത്രയധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്, സുന്ദരമായൊരു സ്ഥലമാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം നമ്മൾ ജോയ്ഫുൾ മെത്തേഡ് ഉപയോഗിച്ച് എല്ലാ ഗ്രാമങ്ങളിലും എസ്റ്റേറ്റുകളിലും നമ്മൾ പ്രീ ട്യൂഷൻ നടത്തി കൊടുക്കുന്നു. അതും വളരെ ശാസ്ത്രീയമായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ടീച്ചേഴ്സ് അവർക്ക് പഠിപ്പിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എല്ലാം സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് കുട്ടികൾ നല്ല ഈ ക്ലാസ്സുകളിൽ പഠിച്ച് പ്രബുദ്ധരായിട്ടുണ്ട്. വാൽപ്പാറയിലും ഈ കടക്കെണിയിൽ പെട്ട് കിടക്കായിരുന്നു ജനങ്ങൾ മുഴുവൻ അവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ, മണി ലെൻഡേഴ്സിൻ്റെ പ്രശ്നത്തിൽ. അങ്ങനെ അവർക്ക് നമ്മൾ എല്ലാ ട്രെയിനിങ്ങുകളും കൊടുത്ത് അവർക്ക് ബാങ്ക് ലിങ്കേജ് കൊടുത്ത് ഇപ്പോൾ അവർ തന്നെ ഈ 15 വർഷത്തിനുള്ള ഒരു 100 കോടി രൂപ നമ്മൾ അവർക്ക് ബാങ്ക് ലിങ്കേജ് വഴി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഗ്രാമത്തിൽ മൊത്തം ഒരു 800ഓളം വീടുകൾ നമ്മൾ കോൺക്രീറ്റ് വീടുകളും അല്ലാത്തതും ആയിട്ട് പണിത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 200 റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്സ് കെട്ടിക്കൊടുത്തു. അങ്ങനെ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓരോ പ്രോജക്റ്റുകളും വയ്ക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനോട്, മാതാവ് ഈ പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്ത് തന്നാലേ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് സാങ്ഷൻ ചെയ്ത് തരണം എന്ന് എപ്പോഴും മാതാവിൻ്റെ ഈശോയുടെയും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടാണ് പ്രോജക്റ്റുകൾ വയ്ക്കാറ്. എല്ലാ പ്രോജക്റ്റും തന്നെ കിട്ടാറുണ്ട്. ഏജൻസികളും ഞങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി വളരെ സന്തുഷ്ടരാണ്. അതുപോലെ ഞങ്ങളെക്കുറിച്ച്
ഞങ്ങളുടെ ട്രാൻസ്പെറൻസി അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് പലതും സ്കീംസ് ഞങ്ങളുടെ NGO വഴി കൊടുക്കാൻ ഗവൺമെൻറ് ഇഷ്ടപ്പെടുന്നു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പല പ്രസ്ഥാനങ്ങളിലും കമ്മിറ്റികളിലും ഞങ്ങൾക്ക് അംഗത്വം നൽകിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഗ്രാമങ്ങളിലെ പ്രസിഡന്റ്, കമ്മിറ്റി മെമ്പേഴ്സ്, MLA ഇവിടെ വന്ന് ഞങ്ങൾ കൊടുക്കുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ കപ്പാസിറ്റി ട്രെയിനിങ് പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുകയും അവരെ ഞങ്ങൾ അനുമോദിക്കുകയും ചെയ്യാറുണ്ട്. അവരുടെ ഇലക്ഷനിൽ അവരെ വിളിച്ച് ഞങ്ങൾ അനുമോദിക്കും. അതോടൊപ്പം ഈ ട്രെയിനിങ്ങും കൊടുത്ത് നല്ലൊരു ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റുമായിട്ട് നല്ലൊരു ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കളക്ടർ തുടങ്ങിയ എല്ലാവരും ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ സഭയിൽ നമ്മുടെ പിതാക്കന്മാർ, പാലക്കാട്ടത്തെ പിതാവ്, അതുപോലെ രാമനാഥപുരം ഞങ്ങളുടെ പോൾ പിതാവും ഒക്കെ ഈ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമാണ്. പ്രത്യേകിച്ചും ഞങ്ങൾ FCC കോൺഗ്രിഗേഷൻ, ഞങ്ങൾ സെറാപ്പി പ്രൊവിൻസ് ഞങ്ങൾക്ക് എപ്പോഴും താങ്ങും തണലുമാണ്. പുറത്തുനിന്ന് പ്രോജക്റ്റുകൾ കിട്ടാണ്ടാകുമ്പോൾ സഭയും കൂടി പ്രോജക്റ്റുകൾ നൽകി ഞങ്ങളെ എൻകറേജ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ട്യൂഷൻ സെൻറ്റേഴ്സ് വാൽപ്പാറയിലും കാരമടയിലും എട്ടുമടയിലും നടത്തുന്നത് ഞങ്ങളുടെ പ്രൊവിൻസിലെ ഫണ്ട് കൊണ്ടാണ്. பாவவினை தீர்ப்பாய், பரிந்தெம்மை காப்பாய், நிதம் துணை சேர்ப்பாயே. இடைவிடா சகாய மாதா, இணையில்லா தேவ மாதா, பாவவினை தீர்ப்பாய், பரிந்தெம்மை காப்பாய், நிதம் துணை சேர்ப்பாயே. ஆராத மனப்புன்னை ஆற்றிடுவாய், அன்னை தீராத துயர் தன்னை தீர்த்திடுவாய். ஆராத மனப்புன்னை ஆற்றிடுவாய், அன்னை தீராத துயர் தன்னை தீர்த்திடுவாய். மாறாத கொடுமை நீங்காத வறுமை தானாக என்றுமே மாற்றிடுவாள், தானாக என்றுமே மாற்றிடுவாள். സുഗന്ധവാഹിനിയായ പരിശുദ്ധ അമ്മയുടെ അനുഭവം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധം ലഭിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയത്തക്കതായി 2013 ക്രിസ്മസ് ദിവസം ഈ അനുഭവം ഉണ്ടായി. എല്ലാവരും ക്രിസ്മസ് കുർബാനയ്ക്ക് പങ്കെടുക്കുവാൻ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിരിക്കുന്ന കസേരയുടെ ഇരുവശങ്ങളിൽ നിന്നും നല്ല സ്മെൽ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ അത്രോ സെൻറ്റോ ഒക്കെ തേച്ച് വന്നതിൻ്റെ മണമായിരിക്കും എന്ന് വിചാരിച്ചു. കുർബാനയിൽ മുഴുവൻ നേരം ഉണ്ടായിരുന്നു ആ മണം. അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് എല്ലാവരും പുറത്തിറക്കി ഇറങ്ങുകയാണ്. അപ്പോൾ ഈ മണം എനിക്ക് കൂടി വരികയാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറക്കാൻ തോന്നാത്ത പോലെ മണമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പഴയ പ്രൊഫഷണലായിരുന്ന സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ് സ്റ്റെപ്പ് ഇറങ്ങി എനിക്ക് ക്രിസ്മസ് വിഷ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുക. എനിക്ക് ഇവിടെ പള്ളിയിൽ നിന്ന് പോകാനേ തോന്നുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ ജനങ്ങൾ മുഴുവൻ ക്രിസ്മസ് ട്രീയിൽ നിന്നും സമ്മാനങ്ങൾ എടുക്കാൻ വേണ്ടി പള്ളിയുടെ മുമ്പത്തേക്ക് എല്ലാവരും പോവുകയാണ്. പക്ഷേ എനിക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം ഈ മണം എന്നെ പിടിച്ചു നിർത്തുകയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരോടത് പങ്കുവയ്ക്കാമെന്ന് ആരോടെ പറയാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു ചേച്ചി നമ്മുടെ മേട്ടുപ്പാളയം സെൻറ്റ് ജോസഫ് പള്ളിയിലെ ഇടവകയിലെ ഒരു ചേച്ചി വളരെ ഒരു ഇഷ്ടമായ ജീവിതം നയിക്കുന്ന സ്ത്രീയാണ്.
പ്രാർത്ഥനയും കൗൺസിലിങ്ങും ഒക്കെ ആയിട്ട് ഒത്തിരി പേരെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. ചേച്ചി ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ ചേച്ചി ഞാൻ കൈ കാട്ടി വിളിച്ചു, ഒന്ന് വരുമെന്നു. വന്ന് ചേച്ചിയോട് പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്കും ഈ അനുഭവം കിട്ടുകയാണ്. ആ സ്മെല്ല് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചേച്ചിക്കും കിട്ടി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ആ സ്മെല്ല് ആസ്വദിച്ച് നിന്നു. അവസാനം ചേച്ചി പറഞ്ഞു മാതാവിൻ്റെ അനുഭവമാണ് നമുക്ക് കിട്ടിയത്, മാതാവ് നമ്മുടെ മുകളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രിസ്മസ് ട്രീയിൽ നിന്നും സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് അവിടേക്കെല്ലാം മേലിക്കും എല്ലാവരും പോയി കഴിഞ്ഞു. അത്ര സമയം അവിടെ നിന്നതേ അറിഞ്ഞില്ല ഞങ്ങൾ. പിന്നെ അങ്ങനെ ഞാൻ മഠത്തിലേക്ക് തിരിച്ചു പോയി. അവിടെ ചെന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. മാതാവിനെ ഒത്തിരി സ്തുതിച്ചു. മാതാവ് എന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ നയിക്കുന്നു, എന്നെ പരിപാലിക്കുന്നു, എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു എന്ന ഇതിൽ ഞാൻ വളരെ ധന്യയായിരുന്നു. അങ്ങനെ നന്ദിയോടെ മാതാവ് മാധ്യസ്ഥം ഓർക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധമ്മ പറയുന്നൊരു കാര്യമുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിൻ്റെ മാനസികമായ ദുഃഖവും വിഷമവും കണ്ട് അതിലിടപെടുന്ന പരിശുദ്ധ അമ്മ. ഈശോയ്ക്ക് ആ സമയത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും പരിശുദ്ധ അമ്മയുടെ നിർബന്ധം മൂലം ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് ഈശോ പരിശുദ്ധ അമ്മയുടെ ആവശ്യമനുസരിച്ച് ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇത് ഉള്ളുകൊണ്ട് മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ അവരോട് പറയാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം. അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് മാതാവിൻ്റെ സുവിശേഷം. ഇന്നും അമ്മ പറയുന്ന അങ്ങനെ തന്നെയാണ്. ആവശ്യത്തിന് ഞെരുങ്ങുന്നവർ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞപേക്ഷിക്കുമ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മ. അതാണ് എത്ര ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിടുന്നത്. ഈ അമ്മയുടെ ആ ചൈതന്യമനുസരിച്ച് വളരെ പാവപ്പെട്ട നിർധനരായിട്ടുള്ള മനുഷ്യരെ നല്ലൊരു ജീവിതത്തിലേക്ക്, അന്തസ്സുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദശകങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് ഗുഡ് ഷെപ്പേർഡ് സൊസൈറ്റി. പാലക്കാട് FCC സറാഫിക് പ്രോവിൻസിൻ്റെ ഒരു വലിയൊരു സംരംഭമായിട്ടാണ് ഞാനിവിടെ വരുന്നതിന് മുമ്പും ഇവിടെ വന്നതിന് ശേഷവും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരമടയിൽ തുടങ്ങി വാൽപ്പാറയിൽ അത് തുടർന്ന് ഇപ്പോൾ അവർ എട്ടിമട എന്ന് പറയുന്ന കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ള എട്ടിമട ഭാഗത്ത് വാളയാറിനടുത്തുള്ള സ്ഥലത്ത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരുപാട് മനുഷ്യർക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്താനും ഉപജീവന മാർഗത്തിനുള്ള വഴി കണ്ടെത്താനൊക്കെ ആയിട്ട് സിസ്റ്റേഴ്സിൻ്റെ സഹായം വളരെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സഹായത്തോടെ വീട് വയ്ക്കാനും അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനും അതുപോലെ ബിസിനസ് നടത്താനും ടൈലറിങ് നടത്താനും അങ്ങനെ പല വഴികളിലൂടെ എങ്ങനെ ആരുടെയും കൈ നീട്ടാതെ സ്വയമായിട്ട് ഉപജീവനമാർഗം കണ്ടെത്താനായിട്ടുള്ള വഴിയാണ് ഗുഡ് ഷെപ്പേർഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയിലൂടെ ദശകങ്ങളായിട്ട് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വർഷങ്ങളായിട്ട് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ സ്ഥാപക എന്ന് പറയാവുന്ന വ്യക്തിയാണ് സിസ്റ്റർ അനില മാത്യു FCC. സിസ്റ്ററെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സിസ്റ്റർ അനില ഗുഡ് ഷെപ്പേർഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക, അത് ഇന്ന് വരെ മുന്നോട്ട് പോയതിൽ നിർണായകമായി പങ്കുവഹിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് സിസ്റ്റർ അനില സറാഫിക് പ്രോവിൻസിൻ്റെ അല്ലെങ്കിൽ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ മാത്രം ഒരു സ്വത്തല്ല, നാടിൻ്റെ നാനാജാതി മതസ്ഥരുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ അനില ഈ നാടിൻ്റെ തന്നെ, രൂപതയുടെ തന്നെ, സഭയുടെ തന്നെ ഒരു പൊതുസ്വത്താണ്. രാമനാഥപുരം രൂപതയുടെ അതിർത്തിയിലുള്ള ഈ ഗുഡ് ഷെപ്പേർഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റി FC സിസ്റ്റർ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സറാഫിക് പ്രോവിൻസ് സിസ്റ്റേഴ്സിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റിയെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമാണ്, സന്തോഷമാണ്. കാരണം സഭയുടെ സാമൂഹ്യ പ്രതിബദ്ധത പുറത്തു കൊണ്ടുവരുന്നതിൽ ഇവിടെയുള്ള ഇപ്പോൾ CMI സന്യാസ സമൂഹത്തിൻ്റെ കെയർ ഓഫിലുള്ള സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ രൂപതയുടെ നേരിട്ടുള്ള സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്, സാന്തം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ മുമ്പേ ഇതിനു വേണ്ടിയുള്ള ഒരു ദിശാബോധം കൊടുത്ത് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ സന്യാസം കടന്നു വരികയും അതിന് പറ്റിയൊരാളെ വളരെ ചെറുപ്പം മുതൽ തന്നെ അതിന് തലപ്പത്ത് വയ്ക്കുകയും
ആ സിസ്റ്ററിലൂടെ ഒരുപാട് പേർക്ക് നന്മ വരികയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ രൂപതയുടെ സാരഥ്യം ഏറ്റെടുത്തപ്പോൾ എനിക്ക് ഇവരെക്കുറിച്ച് തോന്നിയിട്ടുള്ള വലിയൊരു കാര്യം. അതുകൊണ്ട് അത് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് അനില, പ്രത്യേകിച്ച് ഈ ഗോൾഡൻ ജൂബിലി വർഷം, ഈ 50 വർഷം സന്യാസ വ്രതവാഗ്ദാനത്തിൻ്റെ 50ാമത്തെ വർഷം ഘോഷിക്കുമ്പോൾ നിങ്ങൾ ഗുഡ് ന്യൂസ് അത് അംഗീകരിക്കാനും അതുപോലെ തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം ചെയ്യുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. നന്ദി പറയുന്നു രൂപതയുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ രൂപതയുടെ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ സഹോദരന്മാരുടെയും നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാണ്. എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. നീണ്ട 48 വർഷക്കാലം ഗുഡ് ഷെപ്പേർഡ് NGO വളർന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. കാരമട, വാൽപ്പാറ, എട്ടിമട എന്നീ സ്ഥലങ്ങളിൽ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളുടെ പലവിധ പ്രവർത്തനങ്ങൾ കാരണമായി. ഇപ്പോഴും ചില വില്ലേജുകളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ യേശുക്കാർ വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ യേശുവിനെ അവർ ഓർക്കുന്നു. അതുപോലെ തമിഴ്നാട്ടിലെ മക്കൾക്ക് വേളാങ്കണ്ണി മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് കാണുമ്പോഴും അവർ മാതാവിനെ വിശ്വസിക്കുന്നുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹമാണ് ഇതുവരെയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തന്നതും അനുഗ്രഹം തന്നതും കൃപ തന്നതും എന്നതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്.